ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോണ്ടന്റ് കലണ്ടർ ആണ്. എന്താണ് കോണ്ടന്റ് കലണ്ടർ? അതായത് ലെറ്റ്സ് നമ്മൾ ഇപ്പം നമ്മുടെ അക്കാഡമിയിലോ അല്ലെങ്കിൽ ഏജൻസിയിലോ ഒക്കെ ഒരു മിനിമം 7 to 15 ഡേയ്സ് കോണ്ടന്റ് കലണ്ടർ എങ്കിലും മിനിമം പ്രിപ്പയർ ചെയ്യും. അതായത് നെക്സ്റ്റ് 7 ഡേയ്സിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് 15 ഡേയ്സിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് 1 മന്തിലേക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് പോകണം എന്ന് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരു കലണ്ടറാണ് കോണ്ടന്റ് കലണ്ടർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഇനീഷ്യലി നമ്മൾ നോർമലി ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് മുമ്പ് തന്നെ നമ്മളെ ക്ലയൻസിന് ഒരു ലിങ്ക് അയക്കും. എന്നിട്ട് അവരോട് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ കോണ്ടന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ അനൗൺസ്മെന്റ് ആണ് ഈ മന്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പോകേണ്ടത്. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പം ക്ലയൻസിന്റെ ബ്രാൻഡിലുള്ള HR ഡിപ്പാർട്ട്മെന്റ് അവർക്ക് എന്തൊക്കെ ഹയറിംഗ് റിക്വയർമെന്റ് അനൗൺസ് ചെയ്യണം എന്നുള്ളത് ഫില്ല് ചെയ്യും. മാർക്കറ്റിംഗ് റിക്വയർമെന്റ് എന്തൊക്കെ കോഴ്സ് എപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യും. എല്ലാവരും ഫില്ല് ചെയ്യും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് സ്പെഷ്യൽ ഡേയ്സ് ഏതൊക്കെ ഉണ്ടെന്ന് കൂടി ഫില്ല് ചെയ്യും. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ മന്തിലെ കോണ്ടന്റ് കലണ്ടർ, ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടെങ്കിൽ അതും അനൗൺസ് ചെയ്യും. എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ആ മന്തിലെ കോണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡേയ്സ്, അല്ലെങ്കിൽ പിന്നെ കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ കോണ്ടന്റ് കലണ്ടർ ഫില്ല് ചെയ്യും.